മൂന്നാം ദിവസം വിനയം ദൈവാനുഭവത്തിന്റെ വാതിൽ. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ സത്യം ഒരൊറ്റ വാചകത്തിൽ പറയാമെങ്കിൽ അതിങ്ങനെയാണ്: ദൈവം നിറയുവാൻ മനുഷ്യൻ ചെറുതാകണം. വിശുദ്ധന്റെ ആത്മീയതയിൽ വിനയം ഒരു പുണ്യം മാത്രമല്ല, അത് ദൈവ സാന്നിധ്യത്തിലേക്കുള്ള ഏക വഴിയാണ്. വിനയം സത്യത്തെ അന്വേഷിക്കലാണ്. വിനയമുള്ളവർ പരസ്പരം താരതമ്യം ചെയ്യുകയില്ല, മറ്റുള്ളവരെ തരം താഴ്ത്തി കാണിക്കുകയില്ല. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന് കരുതി പെരുമാറും. കാരണം വിനയമുള്ളവർ ദൈവത്തിനാൽ മാറ്റത്തിന് വിധേയമാകുന്നു, ദൈവത്താൽ പൂർണ്ണമാക്കപ്പെടുന്നു. വിനയം എന്നത് നമ്മൾ ചെറുതാകുന്നതല്ല, ദൈവത്തിന് അധികം ഇടം നൽകുന്നതാണ്. അതുകൊണ്ട് വിനയം ദൈവാനുഭവത്തിലേക്കുള്ള ഏക വാതിലാണ്. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ സ്ഥലം ലളിതവും ചെറുതുമായ നമ്മുടെ ഹൃദയം തന്നെയാണ്. ഇന്ന് ഈ മൂന്നാം ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, വിനയത്തിന്റെ വെളിച്ചത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വാക്കിലും പ്രവൃത്തികളിലും നിന്റെ വിനയം പ്രകടമാകട്ടെ. കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ മധ്യസ്ഥതയാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്വാർത്ഥതയും അഭിമാനവും ഞാൻ എടുത്തു മാറ്റുന്നു. ആ ഹൃദയത്തിൽ നിൻ സമാധാനവും സ്നേഹവും നിറയട്ടെ.